Exercise 5.2 first question ആണ്. Fill in the blanks in the following table given that A is the first term, D the common difference and N the term of the AP. ഒരു ടേബിൾ തന്നിട്ടുണ്ട് നമുക്ക്. അതിൽ കുറച്ച് മിസ്സിംഗ് പ്ലേസസ് ഒക്കെ ഉണ്ട്. നമുക്കത് ഫില്ല് ചെയ്യണം. ഫസ്റ്റ് ടേം A, കോമൺ ഡിഫറൻസ് D, പിന്നെ N ആൻഡ് nth ടേം AN. ഇത്രയാണ് നമുക്കുള്ളത്. ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടൈം A 7 ആയിട്ട് തന്നിട്ടുണ്ട്. കോമൺ ഡിഫറൻസ് 3, N ഈക്വൽ ടു 8 ആണ്. നമുക്ക് AN കണ്ടുപിടിക്കണം. നമുക്ക് ജനറലി അറിയാം AN എന്ന് പറയുന്നത് എന്താ, A+n-1 × D എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്കറിയാം. അപ്പോൾ അതിൽ തന്നിരിക്കുന്നതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് AN കണ്ടുപിടിക്കാം. ഇവിടെ A ഈക്വൽ ടു 7 കൊടുത്തു, Dക്ക് പകരം 3യും Nന് പകരം 8ഉം കൊടുക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് 7 + 8 - 1 × 3 ഈക്വൽ ടു 7 + 7 × 3 ഈക്വൽ ടു 7 + 21 28 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് AN ഈക്വൽ ടു 28 എന്ന് കിട്ടി. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം -18, N ഈക്വൽ ടു 10, AN 0 ആയിട്ട് തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കോമൺ ഡിഫറൻസാണ്. ഇവിടെ ഇത് തന്നെ സെയിം ഇക്വേഷനാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻസിൽ ഫുള്ള് യൂസ് ചെയ്യുന്നത്. ANന് പകരം 0 ഇട്ട് കൊടുത്തു, Aക്ക് പകരം -18, N എന്ന് പറയുന്നത് 10 ആണ്. D ഇല്ല, D ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ D ആയിട്ട് തന്നെ ഇട്ടു. റൈറ്റ് സൈഡിൽ -18 ആയിരുന്നു, ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവരുമ്പോൾ അത് +18 ആവും. പിന്നെ അപ്പുറത്ത് 10 - 1 × 8, 10 - 1 9 ആണ്, അപ്പോൾ 9 × D നേടി. പിന്നെ റൈറ്റ് സൈഡിൽ 9നെ 18ൻ്റെ സൈഡിലോട്ട് കൊണ്ടുവരുമ്പോൾ 18/9 ആവും. 18/9 എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ നമുക്ക് കോമൺ ഡിഫറൻസ് D ഈക്വൽ ടു 2 എന്ന് കിട്ടി. തേർഡ് ക്വസ്റ്റ്യൻ D ഈക്വൽ ടു -3, N ഈക്വൽ ടു 18, AN ഈക്വൽ ടു -5. A ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് ടേം കണ്ടുപിടിക്കണം. അപ്പോൾ ANന് പകരം -5 ഈക്വൽ ടു A + 18 - 1 × D -3 കൊടുത്തു. ഇനി നമ്മൾ -5 ഈക്വൽ ടു A + 18 - 1ന് പകരം 17 എഴുതി ഇൻറ്റു -3. അപ്പോൾ നമ്മൾ ആദ്യം 17 × -3 അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ A + 17 × 3 വരുമ്പം ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 51 കിട്ടും. അപ്പം -51 ആണ് അത് എഴുതി നമ്മൾ. അപ്പോൾ -5 ഈക്വൽ ടു A +× -51 കിട്ടി. ഇനി റൈറ്റ് സൈഡിൽ -51 ലെഫ്റ്റ് സൈഡിലോട്ട് പോകുമ്പോൾ +51 ആവും. 51 - 5 ഈക്വൽ ടു 46 ആയിട്ട് വരും. അപ്പോൾ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 46 ആണ്. അടുത്തത് ഫോർത്ത് ക്വസ്റ്റ്യൻ A ഈക്വൽ ടു -18.9, D ഈക്വൽ ടു 2.5, AN ഈക്വൽ ടു 3.6, N നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ എല്ലാം നമുക്ക് AN ഈക്വൽ ടു A + n - 1 × D ഇക്വേഷൻ്റെ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് N ആണ്. ഇവിടെ റൈറ്റ് സൈഡിൽ -18.9നെ നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവരുമ്പം അത് +ആണ്. എന്നിട്ട് n - 1 × 2.5 റൈറ്റ് സൈഡിൽ തന്നെ നിർത്തുവാണ്. അതിനുശേഷം ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നത് ആഡ് ചെയ്യുന്നു. 18.9 + 3.6 ആഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 22.5 എന്ന് കിട്ടും. അടുത്തത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പം 2.5n - 2.5 എന്ന് വരുന്നു. റൈറ്റ് സൈഡിലെ 2.5nനെ നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ട് എഴുതിയിട്ട് 2.5n ഈക്വൽ ടു 22.5 + 2.5 എന്നാക്കുന്നു. അപ്പോൾ കോൺസ്റ്റൻ്റ് എല്ലാം ഒരു സൈഡിലോട്ടായി. 22.5 + 2.5 നമുക്ക് ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് 25 എന്ന് കിട്ടും. അപ്പോൾ 2.5n ഈക്വൽ ടു 25 എന്നായി. ഇതിപ്പോൾ 2.5n ഈക്വൽ ടു 25 അല്ലേ, അപ്പോൾ n ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ n ഈക്വൽ ടു 25 / 2.5. നമുക്ക് പോയിന്റിൽ വരുമ്പോൾ ഡിവൈഡ് ചെയ്യാൻ പാടാം. അപ്പോൾ നമ്മൾ ആ പോയിൻ്റ് അങ്ങ് മാറ്റാൻ വേണ്ടിയിട്ട് 10 കൊണ്ടിട്ട് താഴെ മൾട്ടിപ്ലൈ. നമുക്ക് ഡിനോമിനേറ്ററിൽ എന്ത് മൾട്ടിപ്ലൈ ചെയ്താലും അത് ന്യൂമറേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യണം, എന്നാലേ വാല്യൂ മാറാണ്ട് ഇരിക്കത്തുള്ളൂ. സോ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 10 മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 250/25 വരുന്നു. ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് n ഈക്വൽ ടു 10 വരും. അടുത്തത് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ A ഈക്വൽ ടു 3.5, D ഈക്വൽ ടു 0 ആൻഡ് N ഈക്വൽ ടു 105. Aന് ഇക്വേഷൻ എഴുതി നമ്മൾ. അടുത്തത് 3.5 + n - 105 - 1 × D. D ഇവിടെ 0 ആണ്. D ഇവിടെ 0 ആയതുകൊണ്ട് തന്നെ നമുക്ക് മൈനസ് ചെയ്യാൻ നിൽക്കേണ്ട ആവശ്യമില്ല. ആ ടൈം ഫുള്ള് 0 ആയിട്ട് പോകും. ബാക്കിയുള്ള 3.5 ആണ് AN. ക്വസ്റ്റ്യൻ നമ്പർ 2 നോക്കുകയാണെങ്കിൽ 2 ക്വസ്റ്റ്യൻസ് ആണ് അതിൻ്റെ അകത്ത് വരുന്നത്. ചൂസ് എ കറക്റ്റ് ചോയ്സ് ഇൻ ദ ഫോളോയിങ് ആൻഡ് ജസ്റ്റിഫൈ. 30th term of an AP 10, 7, 4 is. അതായത് നമുക്ക് AP തന്നിട്ടുണ്ട്
10, 7, 4 എന്ന് പറയുന്നൊരു എ പി ആണ്. അതിൻ്റെ 30th ടേം ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. നമുക്ക് കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിൽ ഒരെണ്ണമാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ നമുക്ക് 30th ടേമാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് തന്നിട്ടുള്ളത് എന്തൊക്കെയാണ്? ഫസ്റ്റ് ടേം A1 നമുക്കതിൽ നിന്ന് എഴുതാം 10 ആണെന്ന്. സെക്കൻഡ് ടേം A2 = 7 എന്ന് എഴുതാം. ഫസ്റ്റ് ടൈമും സെക്കൻഡ് ടൈമും കിട്ടിയാൽ നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. A2 - 7 ചെയ്താൽ മതി. സോ 7 - 10 = -3 ആണ് കോമൺ ഡിഫറൻസ് ആയിട്ട് വന്നിരിക്കുന്നത്. an = a + n - 1 × d ഇക്വേഷൻ എഴുതുന്നു. n എന്ന് പറയുന്നത് 30 ആണ്, കാരണം 30th ടേമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ an = a + n - 1 × d. എക്ക് പകരം നമ്മൾ 10 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, എന്നിന് പകരം 30. സോ 30 - 1 ഇൻറ്റു കോമൺ ഡിഫറൻസ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു -3. സോ 10 + 30 - 1 × -3. 30 - 1 എന്ന് പറയുന്നത് 21 ആണ്. അടുത്ത സ്റ്റെപ്പിൽ 29 × -3 എന്ന് പറയുമ്പോൾ -87. നെക്സ്റ്റ് 10 - 87 = -77. സോ നമുക്ക് an = -77 എന്ന് കിട്ടി. അതായത് A30 എന്ന് പറയുന്നതാണ് -77. ദാറ്റ് ഈസ് 30th ടേം ഓഫ് ദ സീക്വൻസ് ഈസ് -77. സെക്കൻഡ് ബിറ്റ് എന്ന് പറയുന്നത് 11th ടേം ഓഫ് ദ AP = AP -3 -1/2 2 etc. അതായത് AP നമുക്ക് തന്നിട്ടുണ്ട് -3 -1/2 2. അപ്പോൾ ഈ പോകുന്ന ഒരു APക്കകത്തിൽ 11ാമത്തെ ടേം ഏതായിരിക്കും എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ A1 = -3, A2 = -1/2. നമുക്ക് n = 11 കൊടുക്കണം, കാരണം 11th ടേമാണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനായിട്ട് A2 - 7 ചെയ്താൽ മതി. -1/2 -3. അപ്പോൾ -1/2 + 3 എന്ന് വരും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -1 + 3 × 2 6/2 എന്ന് വരും. -1 + 6 എന്ന് പറയുന്നത് 5 ആണ്. സോ 5/2. നമുക്ക് കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 5/2 കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 11th ടേമാണ്. അപ്പം A11 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ജനറൽ ഫോർമുല an = a + n - 1 × d ആണ്. ഇവിടുത്തെ n ഉള്ളിടത്തെല്ലാം 11 കൊടുക്കണം. സോ A11 = ഫസ്റ്റ് ടേം -3. സോ എക്ക് പകരം -3 കൊടുത്തു, പ്ലസ് n എന്ന് പറയുന്നത് 11th ടേം. സോ 11 - 1 × d ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു 5/2. ഇനി സോൾവ് ചെയ്താൽ മതി. സോ -3 + 5 × 10 × 5/2. 10ഉം 5ഉം കൂടി നമ്മൾ ക്യാൻസൽ ചെയ്ത് കളയുമ്പം ന്യൂമറേറ്ററിൽ 5 വരും. 5 × 2 അല്ല 10. അടുത്തത് 5 × 5 ചെയ്യുമ്പം 25. സോ -3 + 25 = +22. സോ 11th ടേം എന്ന് പറയുന്നത് ഈ സീക്വൻസിലെ 22 ആണ്.